മിൻ നഫ്സിൻ വാഹിദ. മനുഷ്യരെ, നിങ്ങളെ സൃഷ്ടിച്ച നാഥനെ പരിഗണിച്ച്, അവനെ ഗൗനിച്ച്, അവന്റെ കൽപ്പനകൾ കാതോർത്ത് നിലകൊള്ളണം. എവിടെന്നാ മനുഷ്യരെ സൃഷ്ടിച്ചത്? മിൻ നഫ്സിൻ വാഹിദ, ഒരൊറ്റ ആത്മാവിൽ നിന്ന്, ഒരൊറ്റ ശരീരത്തിൽ നിന്ന്, ഒരു ഘടകത്തിൽ നിന്ന്. വഖലഖ മിൻഹാ സൗജഹ, അതിന്റെ ഇണയെ സൃഷ്ടിച്ചത് അതിൽ നിന്നാണ്. അപ്പൊ സൂക്ഷ്മമായിട്ട് അങ്ങോട്ട് വേരറ്റം മാന്തുമ്പോൾ മനുഷ്യ സമൂഹം ഒരു ഏകകമാണ് എന്ന് വിശുദ്ധ ഖുർആൻ സമർപ്പിക്കുന്നുണ്ട്. അപ്പൊ മനുഷ്യ സമൂഹത്തിന്റെ ഏകത, മാനവിക സമൂഹത്തിന്റെ ഏകത എന്നതാണ് അപ്പോൾ ആ കാഴ്ചപ്പാട്. രണ്ടാമത്തെ കാര്യം, അത് കുറച്ചുകൂടി വിസ്തരിച്ച് ഒരടി കൂടി മുന്നോട്ട് പോയിട്ട് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ എന്നാണ്. ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് മനുഷ്യരുടെ ഉത്ഭവം. ഇവിടെ ജാതികളുണ്ട്, വർഗങ്ങളുണ്ട്, വംശങ്ങളുണ്ട്, വ്യത്യസ്ത ദേശക്കാരുണ്ട്. ഇതെല്ലാം നമ്മളുടെ ഓരോരുത്തരുടെ അഭിമാനത്തിന്റെ പ്രശ്നമാക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ മതം അഭിമാനത്തിന്റെ പ്രശ്നമായി മാറിയവൻ മറ്റേ മതവുമായിട്ട് ശണ്ടയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ജാതി അഭിമാനത്തിന്റെ പ്രശ്നമാക്കി തീർത്തവൻ മറ്റു ജാതികളുമായിട്ട് നിരന്തരം കലഹിച്ചു പോന്നിട്ടുണ്ട്. ദേശം അഭിമാനത്തിന്റെ പ്രശ്നമാക്കിയവർ മറ്റു ദേശക്കാരെ കൊല്ലുകയും വകവരുത്തുകയും ചെയ്തുകൊണ്ടേ ഇരുന്നിട്ടുണ്ട്. ഇതിനൊക്കെ സിദ്ധാന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇതിനൊക്കെ തത്വശാസ്ത്രങ്ങൾ മെനഞ്ഞിട്ടുണ്ട്. ഇതിനു വേണ്ടി എല്ലാം എഴുത്തുകാരും പ്രഭാഷകരുമുണ്ട്. ഇവരെല്ലാം ഇവിടെ അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആർക്കും വിശേഷിച്ചൊരു പരിഭവവുമില്ല. അതേസമയം ഈ മനുഷ്യരെ സംബന്ധിച്ചുള്ള വിശുദ്ധ ഖുർആനിന്റെ രണ്ടാമത്തെ അധ്യാപനം എന്താണ്? നിങ്ങൾക്കിടയിൽ നിങ്ങൾ ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്. വർഗം, വംശം, ദേശം, ഭാഷ, അങ്ങനെയുള്ള വിഭജനങ്ങളും വിവേചനങ്ങളും വൈവിധ്യങ്ങൾ മാത്രമല്ല വൈരുദ്ധ്യങ്ങൾ വരെ നിങ്ങൾക്കിടയിലുണ്ട്. ഇതെന്തിനാണ്? ലിതഅറഫു, നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയാണ്, നിങ്ങൾക്ക് മേൽവിലാസം ഉണ്ടാവാൻ വേണ്ടിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പ്രയോഗിക്കുന്നുണ്ട്. അപ്പോ മനുഷ്യ സമൂഹത്തിന്റെ വിശ്വസാഹോദര്യം എന്ന് പറയാം. ഒന്നാമത് ഞാൻ പറഞ്ഞത് മാനവ സമൂഹത്തിന്റെ ഏകത എന്നതാണെങ്കിൽ, രണ്ടാമത്തെ സിദ്ധാന്തം മാനവ സാഹോദര്യത്തെ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ നിർവചിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തത് വിശുദ്ധ ഖുർആൻ നേരത്തെ ഇവിടെ എൻ്റെ മുമ്പ് പ്രസംഗിച്ച സഹോദരൻ പരാമർശിച്ചതുപോലെ വലഖദ് കറംന ബനി ആദം എന്ന് ഒരു പ്രസ്താവന നടത്തുന്നുണ്ട്. ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. ഈ ആദരവ് ജാതിയും മതവും നോക്കിയിട്ടുള്ള ആദരവല്ല. അവിടെയാണ് ഒരു ജൂതനായ മനുഷ്യന്റെ ജഡം കൊണ്ടുവരുമ്പോൾ ഇരിക്കുന്നിടത്ത് നിന്ന് പ്രവാചകൻ എഴുന്നേൽക്കുന്നത്. അപ്പോഴാണ് ഇത് വിശ്വാസിയാണെന്ന് കരുതിയിട്ടാണോ ഈ എഴുന്നേൽക്കുന്നത് എന്നറിയാതെ ഒരു അനുചരൻ പ്രവാചകനോട് അതൊരു ജൂതന്റെയാണ് എന്ന് ശ്രദ്ധയിൽപ്പെടുത്തുന്നത്.